പാമ്പാ? പാമ്പല്ലടാ, പിന്നെ എന്റെടാ ഒരു എലിയെ പിടിക്കാൻ വേണ്ടി കിടന്ന് പാടുപെടുന്ന പണ്ടാടം. ക്ഷടാ, എലിയെ പിടിക്കാൻ വേണ്ടി നീ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഓടുക. എലിയെ പിടിക്കാൻ ഒരു കാര്യം ചെയ്യ്, ഒരു എലിപ്പെട്ടി വാങ്ങിച്ചങ്ങ് വെച്ചാൽ മതി. എലിപ്പെട്ടി മേടിച്ചു വെച്ചിട്ട് കാര്യമുണ്ട്, അതിനകത്ത് വെള്ളം വെക്കണ്ടേ? ഇവർക്ക് വെൽക്കോന്നൊരു ബോർഡും കൂടെ എഴുതി വെച്ചാൽ പൂച്ച വാങ്ങിച്ച് വളർത്തടാ. എടാ, പൂച്ച മേടിച്ച് വളർത്തി കഴിഞ്ഞാൽ ഈ പൂച്ച തല്ലിക്കൊന്ന് പുള്ളി തിന്നുവന്ന്. ആര് തിന്നും? നീ ഇതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, എന്താ സംഭവം? എടാ, ചൈനയിൽ നിന്നും ഒരു സാധനം ഇങ്ങോട്ട് വരുന്നു. അത് 3 കൊല്ലമായി വന്നിട്ട് കൊറോണ. കൊറോണയല്ലെന്ന്, പ്രഭാകരൻ. പുതിയ വൈറസാ. എത്ര മാസ്ക് വയ്ക്കുന്ന? എടാ, അതല്ലെന്ന്. എടാ, എന്റെ ഒരു അമ്മാവൻ ചൈനയിലാണല്ലോ താമസിക്കുന്നത്. ആ, മറ്റേ കല്യാണം കഴിച്ച അവിടെ നിന്ന്. അത് തന്നെ, എന്റെ അമ്മാവൻ ചൈനയിൽ നിന്ന് വരുവാ. ഇവിടെ വരുന്നു. കാരണം എന്നെയും എന്റെ ഭാര്യയും കൂടെ ചൈനയിലേക്ക് കൊണ്ടുപോകുന്നു. നീ ഭാര്യ ചൈനയിൽ പോണം? അതെ. കൺഗ്രാറ്റുലേഷൻ. Thank you. അടിപൊളി. കാരണം അങ്ങനെ പോണം. കാരണം ചൈനക്കാർ നമുക്ക് എന്തുമാത്രം ദ്രോഹം ചെയ്ത്, നീ അവിടെ കൂടെ ചെന്ന് ചൈനയെ മുടിക്കണം. അവന്മാരെ നമ്മളെ മുമ്പ് കിടന്ന് ഞെരങ്ങണം. എനിക്കത് കാണാം. അതല്ല പറഞ്ഞു, ഞങ്ങൾ ഇനി ചൈനയിൽ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വേറെ വേറെ ലെവലിൽ ഭയങ്കര സെറ്റപ്പിലേക്ക് ആകാൻ പോവാണെന്ന്. നല്ല കാര്യം. ഇവളിത് എവിടെ പോയി കിടക്കുവാണ്? ചേച്ചിയോട് പോയി. എടാ, അവള് ബാങ്കിലെ ജോലി റിസൈൻ ചെയ്തു. പിന്നെ ഇപ്പൊ തവള പിടിക്കാൻ പോയിട്ട് പോയിക്കോല്ലേ? അവളെ പിടിക്കാം. കണ്ട ഇങ്ങ് മാറി ഇങ്ങോട്ട്. കിടക്കണം 135 തവളയുണ്ട്. കൊണ്ടുപോയി കറി വെക്കേ, ഫ്രൈ ചെയ്യ, എന്താന്ന് വെച്ചാ ചെയ്യും. 135 തവളയോ? 1000 തവള പിടിക്കണമെന്ന് പറഞ്ഞാൽ രാവിലെ റബ്ബർ കൂട്ടുകാരെ കൊടുത്ത് വെളുപ്പിനെ അവിടെ പറഞ്ഞു വിട്ടു. ഞാൻ 1000 തവള പിടിച്ചിട്ടതാ. ഇവിടെ എത്തിയപ്പോ 135. അതെന്താ കാരണം പറ. ഓട്ടയുള്ള ചാക്കാണെങ്കിൽ ഇവിടെ എത്തുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ ആ പറമ്പ് കളയ്ക്കാൻ വേണ്ടി പ്രഭാകരൻ ചേട്ടൻ വരും. പുള്ളിയുടെ കാര്യം മേടിച്ചോ നിങ്ങള്? പറമ്പ് മേടിച്ചതല്ലെന്ന്. എടാ, ഞങ്ങളുടെ അമ്മാവനും അമ്മായിക്കും വൈകിട്ട് കഴിക്കാൻ നൂഡിൽസ് വേണം. അത് ഈ വിരയാണല്ലോ അവര് കഴിക്കുന്നത്. അപ്പൊ പാടം ഇങ്ങനെ നികത്തി തൈനകത്ത് വിര എടുത്തിട്ട് കറിയൊക്കെ വെച്ച് നേറ്റപ്പാട്ട് ഞങ്ങൾ കൂട്ടും. ചൈനയിൽ പോവും. മാമനാന്ന് തോന്നുന്നു കേട്ടോ, വരുന്നുണ്ട്. ഇതേ മാമ കല്യാണം കഴിഞ്ഞ പറഞ്ഞ പന്തലം പിടിച്ചോണ്ട് അവിടുത്തെ ആചാരമാണെന്ന്. അതെ, ചൈനയിൽ ഇച്ചിരി ചില്ലറയുണ്ട്. 6 മാസം മുമ്പ് ചെലവ് ചെയ്ത് തീർത്തോണം. ഗ്യാരണ്ടി ഇല്ല. അയ്യോ, അണ്ണാ, എന്നെ കൂടെ ചെയ്യാൻ. ഇത് അയൽവക്കത്തെ ചീഞ്ഞ ജൂവാ, അല്ലാതെ ജുഹാൻജു അല്ല. അമ്മായി അങ്ങ് പോക്കോ. അമ്മാവൻ ഇങ്ങോട്ട് വരാനേ. അമ്മായി പിന്നെയും വരുന്നു. അമ്മായി അങ്ങ് പൊക്കോ. കിഴങ്ങാ, നിനക്ക് മനസ്സിലായില്ലേ? ഈ ബാങ്കിൽ പേന കെട്ടിയിട്ടിരിക്കൂലേ, അതുപോലെ ഞാൻ കെട്ടിയിട്ടിരിക്കുന്ന. അതെന്നാന്നറിയാമോ? നമ്മളെ ഈ ചൈനയിൽ നീ പോയിട്ടുണ്ടോ? ഇല്ല, നീ വരാൻ പോകുന്നു, കാണാൻ പോകുന്നുള്ളൂ. എടാ, ചൈന ഉള്ള പെണ്ണുങ്ങളെല്ലാം ഒരേ ഷേപ്പാന്ന്. മാറിപ്പോവും. മാറിപ്പോകാതിരിക്കാനാണ് ഞാൻ ഈ വള്ളി വെച്ച് കെട്ടിട്ട് നടക്കുന്നത്. 3 പ്രാവശ്യം മാറിയിട്ടുണ്ട് എനിക്ക്. കേരളമല്ലേ, നീ പഴിച്ചങ്ങ് വിടാം. എന്നാലും വിശ്വാസമില്ല എനിക്ക്. ഈ അമ്മായിട്ട് വിളിച്ചോണ്ട് അതോട് പൊടി അങ്ങോട്ട്. അമ്മായി സുഖാണോ? അമ്മായി അയ്യോ, സുരേഷിന് സുഖാണോ? സുരേഷിനൊക്കെ അറിയാണോ? സുരേഷിനൊക്കെ സുഖാന്ന് പറഞ്ഞതാ. അടി, ഹിന്ദിയിൽ സുഖമാന്ന് പറഞ്ഞു. ഹിന്ദിയോ? ചൈന. ആ ചൈന ഹിന്ദിന്ന് പറഞ്ഞ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം അമ്മായി? ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു. ഇത് എന്തിനാ അമ്മാവ് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇങ്ങനെ പെണ്ണുങ്ങൾ നിലത്തേക്കാൻ പറയും? ചൂടാന്ന് ദേഷ്യപ്പെടണമല്ലെന്ന്. അവള് സ്നേഹത്തോടെ പറഞ്ഞ അവളുടെ പിരിക ഇങ്ങനെ ഇരിക്കണോണ്ട് ദേഷ്യമായിട്ട് തോന്നണം. പശുവിനെ കൊണ്ട് അയച്ചു കിട്ടും. നമ്മുടെ വീടൊക്കെ ഇഷ്ടമാവോ? ഒപ്പിട്ട് നിന്നോണം. സത്യമായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചു. ഇത് കണ്ടിട്ട് മഹാ ബോറാകട്ടോ. ഇത് എന്നാ കോലം അമ്മാവ. ഇവിടുന്ന് വല്ല പെണ്ണിനെ കിട്ടി ഇവിടെ നല്ല അന്തസ്സായിട്ട് ജീവിക്കാൻ അവിടെ ചെന്ന് ഈ കോനാമ്പീച്ച കാണിച്ചു നടക്കണം. വല്ല കാര്യമുണ്ടോ? ചൈനയിലെ എംബളമായത്. പിന്നെ ഇതില്ലെങ്കിൽ ചൈന കയറാൻ പറ്റുന്നത്. എന്റെ തിരിച്ചറി കാർഡ് വരെ ഇങ്ങനെ ഫോട്ടോ വേണം. പിന്നെ വേറെ നല്ല മുഖാശ്ശിയുള്ള ചൈനക്കാരി. അതെ അതെ. എങ്ങനെ, ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച് മാരേജ് ആയിരുന്നു? ലവ് വിത്ത് അറേഞ്ച് ആണ്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ, ഞാൻ ഇവളുമായിട്ട് ലവ് ആർന്നല്ലോ. സ്ഥിരം ഞാൻ ഇവിടെ കാണാൻ പോകും. അപ്പൊ ഈ ചൈന മതിലിന്റെ അടുത്തൊരു മാടക്കടയുണ്ട്. അവിടെയുണ്ട് മങ്ങണക്കട. അവിടെ കുറെ ചൈന ചെറുപ്പക്കാർ താടിയൊക്കെ ഇങ്ങനെ ആറ്റിരിക്കും. ഞാൻ സ്ഥിരം പോണ ഉമ്മാർ ഇത് കാണും. ഉമ്മാർ എന്നെ കയ്യോടെ പിടിച്ച് അറേഞ്ച് ചെയ്ത്. അങ്ങനെയാണ് ലവ് വിത്ത് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞത്. പക്ഷെ എന്നിട്ട് അവിടെ ഇവിടെ അങ്ങനെ അല്ലല്ലോ അറിയുന്നത്. അമ്മാവൻ ചൈന ചെന്നിട്ട് ഏതാണ്ട് കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയെന്നാ അവരെല്ലാരും കൂടെ ചേർന്ന് എന്നൊക്കെയാണല്ലോ ഞങ്ങൾ ഇവിടെ നാട്ടിൽ അറിയുന്നത്. അയ്യോ, തണുക്കണു. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ അതെന്നറിയാവോ? അതങ്ങനെ സാധിക്കും. ഇവിടെ ചൈന മതിലല്ലേ, ആ മതിലിന്റെ മോളിൽ ഞാൻ എങ്ങനെ ഒളിഞ്ഞു നോക്കും. പക്ഷെ അങ്ങനെ അല്ലല്ലോ. നാട്ടിൽ മുഴുവൻ പാട്ടാണല്ലോ. എടി, ഇങ്ങോട്ടൊന്ന് മാടി. അമ്മാവനത് എത്ര നേരമായിട്ട് നിൽക്കുമെന്ന് നീ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അമ്മാവന് കഴിക്കാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നല്ല അടിപൊളി തൂശയിലിട്ട് 12 തരം കറി 3 പായസം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ള ഇതേലൊന്ന് പിടിച്ചേ, ഇതേലൊന്ന് പിടിച്ചേ. എന്റെ വായങ്ങ് വലിച്ചു കീറി. ഇതുകൊണ്ട് എന്നാ അവള് ദേഷ്യപ്പെടും.
അതറിയാവോ? ഞാൻ പറഞ്ഞില്ല 2 തവളക്കാലോ 2 എലീനെ വറുത്തെങ്കിലും വെച്ച് വെക്കണമെന്ന് പറഞ്ഞായിരുന്നോ? ഞാൻ ഇവളോട് പറഞ്ഞത് പൊണ്ടാരം പിടിക്കാൻ വേണ്ടിട്ട് ഓരോ സാധനം ഉണ്ടാക്കൂല. ഇനിയിപ്പോ ഞാൻ എന്നാ ചെയ്യും? ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ പെരുമ്പാമ്പനെ വളർത്തുന്നുണ്ട്, അറിയാമോ? പെരുമ്പാമ്പിനെ വളർത്തുന്നോ? പിന്നെ ഞങ്ങളുടെ പെരുമ്പാമ്പിന്റെ പേര് തന്നെ സാജുന്നാ. ഞങ്ങൾക്ക് വിശക്കുമ്പോ നടുക്കഷ്ണം ഇങ്ങനെ മുറിച്ചിങ്ങെടുക്കും. അതിനകത്ത് പെരുമ്പാമ്പിന്റെ നടുക്കഷ്ണം മുറിക്കുന്നത് അതറിയത്തില്ലേ? ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം എടുക്കണം എന്നാണല്ലോ. ആദ്യം പറഞ്ഞ പെരുമ്പാമ്പെന്നായിരുന്നു, ചേരയാന്ന് പറയുന്നത്. ഞങ്ങളുടെ അവിടെ ചേരക്കാണ് പെരുമ്പാമ്പെന്ന് പറയുന്നത്. പുഴുവല്ലെന്ന് പെരുമ്പാമ്പ് അല്ലല്ലോ, നിങ്ങൾ പറയുന്നല്ല കള്ളത്തരമാണ് പറഞ്ഞത്. ഓടാ അവിടുത്തെ സത്യമായിട്ടും ഈ പെരുമ്പാമ്പ് ഇങ്ങനെ അങ്ങ് പോവും, അതിന്റെ വാലിങ് മുറിച്ചെടുക്കും. എനിക്ക് ചാറ് കറി വേണം, അവർക്ക് ഫ്രൈ വേണം. ആ ഡെയിലി പിറ്റേ ദിവസം വരും, ഇങ്ങ് മുറിച്ചെടുക്കും, വാലിങ് മുറിച്ചെടുത്ത് ഡെയിലി കഴിച്ചോണ്ടിരിക്കും. ഒരു പെരുമ്പാമ്പിന് 100 വാലുണ്ടോ? ഇത് ഞാൻ നീ കേട്ടിട്ടില്ലേ? മുറിച്ചിട്ടാ മുറി കൂടുന്ന സൈസാണ് പെരുമ്പാമ്പ്. അതാണ് അത് വീണ്ടും വാല് മുളയ്ക്കും. ഓ അങ്ങനെ ഡെയിലി മുറിയാ. ഡെയിലി മുറിയാ. പെരുമ്പാമ്പ് മസ്റ്റാണ്. പെരുമ്പാമ്പ് മസ്റ്റാണ്. എവിടെ നിങ്ങൾ ഒരു പെരുമ്പാമ്പിനെ കൊണ്ടുവന്ന് കണ്ടിട്ട് കറി വെച്ച് വന്നിട്ട് കൺഗ്രാറ്റുലേഷൻ, ചേച്ചി ഗർഭിണിയായി. അമ്മാവ, എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഞാൻ വേണം ദൈവം പറഞ്ഞില്ല. ഒരു മിനിറ്റ്, ഞാൻ ആരെയും ഒന്ന് വിളിച്ചു പറയാം. അമ്മായി, ഞാൻ ഗർഭിണി അല്ല, എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു കേട്ടോ. അതെ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വരണേ. ഗർഭിണിയായിരുന്നു. എന്നാ അപ്പുറത്തെ വീട്ടിലെ സുരേഷില്ല, അവനാ എന്നോട് പറഞ്ഞത്. ശരി 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 ശരി. എന്റെ പൊന്നും പവൻ, ഞാൻ വന്നപ്പോ ഒരു സന്തോഷം. ശരിയാന്നത് എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. രാവിലെ പത്രം ഇടാൻ ഞാൻ പോകും. ഗർഭിണിയാവും. പിന്നെ നീ എങ്ങനെയാണ് ഛർദ്ദിച്ചത്? പിന്നെ നീ ഛർദ്ദിച്ചോ? പറയും ഞാൻ കേട്ടായിരുന്നു. പെരുമാമന്റെ കറി എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ ഛർദ്ദിക്കില്ലേ ഇവിടെ കിടന്നു? അതായിരുന്നോ? അമ്മായിപ്പാ, അത് എന്നാന്നറിയോ, ഞങ്ങൾ ഇപ്പൊ ഇങ്ങ് വന്ന് കേറി ഇവിടെ അതെന്താ വന്നേ? ചൈന സാധനല്ലേ? സത്യം പിടിച്ചിട്ടുണ്ടാവില്ല. എന്തെങ്കിലും പറഞ്ഞ സമാധാനം വൈകുന്നേരം കൊടുക്കാന്ന് പറഞ്ഞു. സമാധാനത്തേക്ക് ചൈനയിൽ പറഞ്ഞു. ഞാൻ പറയാം അമ്മാവ, നമ്മുടെ വീട്ടിൽ ആഹാരം ചിലപ്പോ പിടിച്ചു കാണുമല്ലേ, ഞാൻ അങ്ങ് പറയാം. അമ്മായി, അവരുടെ കുടുംബക്കാരെ തെറിയാണോ നീ ചൈന ഭാഷ വിളിച്ചത്? പിന്നെ അല്ലാതെ തെറി പറഞ്ഞു ആണുങ്ങളെ മെത്ത് കൈവ കൊടിച്ചു. നമ്മളെ വീട്ടിലെ ലവ് ബേർഡ് എല്ലാം പറക്കണേ. മരഭൂത ലവ് ബേർഡ് അല്ല, നിന്റെ തലയിൽ കിളി പോയോ? ചൈന ഭാഷ പഠിച്ചല്ലോ നീ. കറക്റ്റ് ചൈന ഭാഷ അല്ല, മൂക്കിന് അടിയിട്ടിട്ട് മൂക്കി കൂടെ പറയണതാ. ഇപ്പോഴാണ് നിനക്ക് ചൈനയ്ക്ക് പോകാനുള്ള യോഗ്യത ഉണ്ടായത്.